ഹായ് ഫ്രണ്ട്സ്, ശ്രേയാസ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് റോസ്മേരി വാട്ടർ നമ്മൾ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നതാണ്. അപ്പം ഞാൻ മീഷോയിൽ നിന്ന് ഒരു നമക് ഓർഗാനിക്കിൻ്റെ ഒരു റോസ്മേരി ലീവ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ വാട്ടർ ഒരു ഫോമിലോട്ട് ആക്കിയെടുക്കുകയാണ്. ഒരു 150 ഗ്രാമിൻ്റെ ആയിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്നത്. MRP വരുന്നത് 499 രൂപയായിരുന്നു. പക്ഷേ ബിലോ 150ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇത്രയും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ലീവ്സാണ്. ഫസ്റ്റിലെ തന്നെ പറയാൻ നല്ലൊരു മണമാണ് കേട്ടോ. ഇത് തിളയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് ഒരു 2 സ്പൂൺ ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇതേപോലെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണിന് കുത്തനെ കോരണ്ട ഈ ഒരളവിൽ 2 സ്പൂണ് റോസ്മേരി ലീവ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് അത് തിളപ്പിക്കുന്ന സമയത്ത് ഇതൊന്ന് മൂടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ. മൂടി വെച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് വറ്റി വന്നപ്പം ഏകദേശം ഇത്രയും, കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ അന്നേരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ കളറായിരിക്കും കേട്ടോ. ഇതേപോലൊരു കളറിലായിരിക്കും കിട്ടുന്നത്. പിന്നെ എൻ്റെ കയ്യിലൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ റോസ്മേരി വാട്ടർ അതേപോലെ തന്നെ വൃത്തിയാലും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായതിൻ്റെ പേരിൽ ഞാനൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇതേപോലൊരു സ്പ്രേ ബോട്ടിലുണ്ടായിരുന്നു. അതിനകത്ത് ഇത് വറ്റി വരുമ്പോൾ ഇത്രയേ കാണത്തുള്ളൂ കേട്ടോ. ഒരു യൂസിനുള്ള നമ്മുടെ മുടിയിലെല്ലായിടവും തേച്ച് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളിത് മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വന്നെടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് എല്ലായിടവും, ഒരു സൈഡിൽ മാത്രമാണ് കാണിച്ചു തരുന്നത്, അവിടെ എല്ലാം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു മസാജ് കൂടെ കൊടുക്കുക. മസാജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പടി തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, കഴുകിക്കളയൊന്നും വേണ്ട. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഞാൻ വാങ്ങിച്ചിട്ടൊരു 1.5 മാസമായി. പക്ഷേ എനിക്ക് നല്ല മുടി കൊഴിച്ചിൽ കുറവുണ്ട്. എൻ്റെ മുടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് കൊഴിയുന്നുണ്ടായിരുന്നു. നോക്കുന്നിടത്തെല്ലാം മുടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് കുറവുണ്ട്. റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം കിട്ടും. ഞാനാണെങ്കിൽ അങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കാറില്ലെങ്കിലും ആഴ്ചയിൽ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല വ്യത്യാസം വരും കേട്ടോ. ഇതേപോലെ എല്ലായിടവും നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഫുള്ള് മുടിയിലെ തലയോട്ടിയിൽ ഫുള്ള് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ സർക്കുലേഷനൊക്കെ കറക്റ്റാവും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.